പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വിറക് കത്തിക്കുന്ന വീടുകളിലെല്ലാം വിലങ്ങട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഈ വിലങ്ങട എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അടുപ്പിന് മുകളിലായിട്ട് മുള കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു തട്ടാണ്. ഇതെന്തിനാ ഉപയോഗിക്കാമെന്നറിയോ? ഇറച്ചി ഉണക്കി സൂക്ഷിക്കാനും, നമ്മുടെ കൊണ്ടാട്ടങ്ങളുണ്ടല്ലോ, മുളകും ചക്കയൊക്കെ ഉപയോഗിച്ചുള്ള കൊണ്ടാട്ടങ്ങൾ ഉണക്കി വെക്കാനും, പിന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ, ശർക്കര, ഉപ്പ്, ഇതൊക്കെ സൂക്ഷിക്കാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിനെന്തിനാ വിലങ്ങടം, വെയിലത്ത് സൂക്ഷിച്ചാൽ പോരേന്ന്. പക്ഷെ വെയിലത്ത് സൂക്ഷിച്ചാലോ കാക്കയും പൂച്ചയും പിന്നെ പെട്ടെന്ന് വരുന്ന മഴയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ വിലങ്ങടത്താണെങ്കിലോ അടുപ്പിൻ്റെ ചൂടും പുകയെല്ലാം തട്ടി പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ നല്ല ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഇത്തിരി ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് ഈ വിലങ്ങടത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. ഇങ്ങനെയുള്ള ഉണക്കിറച്ചിയെ കല്ലിലിടിച്ച്, അതായത് കനലിൽ ചുട്ടിട്ട് കല്ലിലിടിച്ച് ചെറിയ തീയിൽ വരട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ ചിക്കൻ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. അതൊക്കെ അന്നത്തെ കാലം. എന്നാൽ ഇന്നോ വിറകടുപ്പും വിലങ്ങടവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചിക്കൻ വെയിലത്ത് ഉണക്കി മിക്സിയിലടിച്ച് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കിറച്ചി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ്. ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോൾ സ്ഥിരം കൊണ്ടുപോകുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. പണ്ടുകാലത്ത് വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതും ഭക്ഷിക്കുന്നതും ലീഗലായിരുന്ന സമയത്താണ് ശരിക്കും ഈ ഉണക്കി സൂക്ഷിക്കുന്ന രീതിയെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് ചിക്കനാണ് നമ്മളിന്ന് ഉണക്കി പാചകം ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം 1/2 കിലോയോളം ചിക്കനാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അതും ഒട്ടും എല്ലില്ലാത്ത കഷ്ണങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം നന്നായി വറ്റിച്ച് കളയുക. കാരണം നമുക്കിത് ഉണക്കി സൂക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ മാക്സിമം വെള്ളം, കഴുകുമ്പോഴുള്ള വെള്ളം അപ്പോൾ തന്നെ വറ്റിച്ച് കളയുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും നന്നായി തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഒരു കാര്യം, കഷ്ണങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ മാക്സിമം തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും. തിക്നെസ് കൂടുകയാണെങ്കിൽ ഇത് ഉണങ്ങി വരുന്ന സമയം കുറച്ച് കൂടുതലായിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു അലുമിനിയം പാത്രത്തിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു പ്ലേറ്റിലോ നല്ല വെയിലത്ത് ഉണക്കാനായിട്ട് വയ്ക്കുക. വീടിൻ്റെ മുറ്റത്ത് ഇത്രയും നല്ല ചിക്കൻ പീസുകൾ ഉണക്കാനായിട്ട് വെക്കുന്നത് അത്ര എളുപ്പമല്ല എന്നറിയാം. വീട്ടിൽ പട്ടിയുണ്ടെങ്കിൽ അതിനെ സൂക്ഷിക്കണം, പൂച്ചയെ സൂക്ഷിക്കണം, കാക്കയും കോഴിയും എല്ലാം സൂക്ഷിക്കണം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഉണങ്ങാനായിട്ട് അനുവദിക്കുക. വെയിലടിക്കുന്നതിൻ്റെ ശക്തിയും പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ പീസിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് ഇത് ഉണങ്ങാനെടുക്കുന്നതിനുള്ള ദിവസത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരാഴ്ച നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. നല്ല വെയിലത്ത് ഏകദേശം ഒരാഴ്ച നന്നായി ഉണങ്ങിയിട്ടുള്ള ചിക്കൻ പീസുകളാണിത്. അപ്പോൾ ഇതുപോലെ ആയാൽ മാത്രമേ നമ്മളിത് എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. നല്ല കല്ല് പോലെ ഉണ്ടാവും. ഈ ഒരു പരുവം വരയ്ക്കും എന്തായാലും നമ്മൾ ഉണക്കി വെക്കാനായിട്ട് സൂക്ഷിക്കുക. ഇങ്ങനെ നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിങ്ങനെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അല്ലെങ്കിൽ ചുട്ടെടുക്കുക. പണ്ടൊക്കെ കനലുണ്ടെങ്കിൽ അതിലാണ് ചുട്ടെടുക്കുക. ഇപ്പോൾ നമുക്ക് കനലില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കനലില്ലാത്തവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഇതുപോലെ 4 ഭാഗം ഒന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കുറഞ്ഞതൊരു 1/4 മണിക്കൂറെങ്കിലും നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായി കഴുകിയിട്ട് ഇതുപോലെ ഒരു കല്ലിലൊന്ന് ഇടിച്ചെടുക്കുക. ഇതല്ലെങ്കിൽ അമ്മിക്കല്ലിൽ ഇടിച്ചെടുത്താലും മതിയാവും. ഒരുപാട് ബലം പ്രയോഗിച്ച് ഇടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ ഓരോ പീസും നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തു വയ്ക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ വേണം നമ്മൾ ഉണക്കിറച്ചി ചുട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഇടിച്ചെടുക്കുമ്പോൾ പെട്ടെന്നത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ചിക്കൻ എല്ലാം നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടണമെന്നില്ല. ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുന്നത്. മാത്രമല്ല മിക്സിയിൽ കറക്കിയെടുക്കുമ്പോൾ വളരെ നേർത്തതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അത്. നമ്മൾ കൈകൊണ്ട് എന്തായാലും പിച്ചിടുമ്പോൾ അത്രയ്ക്കും ചെറുതായിട്ട് നമുക്ക് കിട്ടില്ല. ഇത് കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ കിട്ടുക. ഇതിൽ കുറച്ച് വലിയ പീസുകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും കൈകൊണ്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കുറച്ച് ചിക്കൻ നന്നായിട്ട് ഉണക്കി വെച്ചത് വീട്ടിലുണ്ടെങ്കിൽ ഓർക്കാപ്പുറത്ത് വരുന്ന വിരുന്നുകാരെയൊക്കെ നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് വിടാൻ പറ്റും.
കല്ലിൽ വളരെ പെട്ടെന്ന് ചതച്ചെടുക്കാനും പിന്നെ മിക്സിയിൽ കറക്കിയെടുക്കാനൊക്കെ എളുപ്പത്തിനായിട്ടാണ് നമ്മൾ എല്ലില്ലാത്ത പീസുകൾ തന്നെ എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 2 തവണ നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കാനുള്ള അത്രയ്ക്കും ചിക്കനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, എന്തെങ്കിലും ചിക്കൻ മസാലയോ അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ മസാലപ്പൊടികൾ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലപ്പൊടികളൊന്ന് പിടിച്ച് കിട്ടാനായിട്ടൊരു 15 മിനിറ്റ് വയ്ക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് അധികം തന്നെ എണ്ണ വേണം, കാരണം നമ്മളിത് എണ്ണയിലാണ് നന്നായിട്ട് വരട്ടിയെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞ സവാളയാണ്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറിയാൽ മാത്രം പോരാ, ചെറുതായിട്ടൊന്ന് നിറം മാറുന്നത് വരയ്ക്കും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഒന്നും ഒരുപാട് ചേർക്കരുത്, കുറച്ച് ചേർത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇവിടെ ഉള്ളി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരമുറി തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയൊന്നും ഒരുപാട് വേണ്ട, അധികം പുളിപ്പൊന്നും നമ്മളുടെ ചിക്കന് വേണ്ട. അതുകൊണ്ട് അരമുറി തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇവിടെ തക്കാളി നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയും എണ്ണയെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്നു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നന്നായിട്ടൊരു ഇളക്ക്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും നമ്മളിതിലേക്ക് വെള്ളം ഒരിക്കലും ഒഴിക്കുകയല്ല ചെയ്യുക, ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടഞ്ഞിട്ട് നന്നായി ഇളക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. ചിക്കൻ ഇവിടെ അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുന്നേ തന്നെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയില്ലേ, നടുഭാഗത്തേക്കായിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. ഇനി ഇത് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇതിലേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കുമ്പോഴും ഒരുപാടാകരുത്, ഒരുപാട് വെള്ളമായാലും ആകെ ഒന്ന് അലിഞ്ഞു പോയ പോലെ ഉണ്ടാവും. ഇതുപോലെ തനിത്തനിയായിട്ട് നിൽക്കുന്നത് പോലെ വേണം ചിക്കൻ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടൊരു 20-25 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത് എൻ്റെ വീട്ടിൽ സ്ഥിരം ഒരു റെസിപ്പിയാണ്. കാരണം വീട്ടിലെ അച്ഛനാണെങ്കിൽ നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒന്നും കഴിക്കില്ല. പക്ഷേ ഇതുപോലെ ഉണക്കിയിട്ട് ഇതുപോലെ റോസ്റ്റാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടമാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ചിക്കൻ ഇതുപോലെ ഉണക്കി വെച്ചത് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം 10-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്നു വെച്ച് തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മുടെ ഉണക്ക ചിക്കൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ചിലരിതിന് ഇടിയിറച്ചി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഞങ്ങളിതിന് ഉണക്കിറച്ചി എന്നാണ് സാധാരണ പറയാറ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്